കേരളത്തിൽ രാഹുലിനെ കുറിച്ച് ഹൈ ഒപ്പീനിയനുള്ള വലിയ ജനവിഭാഗമുണ്ട്. കാരണം എന്താ, അവര് കണ്ടത് ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രാഹുലിനെയും ടാർഗറ്റ് ചെയ്യുകയാണോന്ന് ഒരു സംശയമുള്ള ജനവിഭാഗമുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ ആവത്തില്ല. ഇപ്പം രാഹുലിന് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം നിൽക്കുകയാണ്. നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതേ ചില കാര്യങ്ങളിൽ ചൂട് ഒന്ന് കെയർഫുൾ ആവണമായിരുന്നു. അതേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ അദ്ദേഹത്തെ എങ്ങനെ ജഡ്ജ് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ ഇതേപോലെ പഴി കേട്ട ഒരാളാണ്. ഞാൻ ഇതേപോലെ കള്ള ആരോപണങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞങ്ങളെങ്ങനെ മറ്റൊരാളെ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിയമം തീരുമാനിക്കട്ടെ നിയമപരമായി തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ബാക്കി ആരും മൊറാലിറ്റി പറഞ്ഞുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. ആർക്കും മൊറാലിറ്റിയുടെ പുസ്തകത്തിൽ ഒരു എന്താ പറയുക, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ആരും കാണത്തില്ല എന്ന്. രാഹുലിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള, പാലക്കാട് മത്സരിപ്പിക്കുവാനുള്ള, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ ജനപിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിലെ ജനപ്രീതിയും അത് എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾക്കും അറിയാം, കോൺഗ്രസിനും അറിയാം, CPM-നും അറിയാം, സാക്ഷാൽ പിണറായി വിജയനും അറിയാം. അതന്നെയാ പ്രശ്നം. രാഹുലിൻ്റെ ജനപ്രീതി തന്നെയാണ് പ്രശ്നം. ഇവർക്കാർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു ജനപ്രീതി, ഒരു ജനപിന്തുണ, ഒരു സ്വീകാര്യത അയാൾക്കത് ഇപ്പോഴുമുണ്ട്. ഞാൻ മുമ്പേ നിങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ ആരോപണങ്ങൾ കൊണ്ടും ഈ പരാതികൾ കൊണ്ടും എസ്പെഷ്യലി ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയ അറസ്റ്റ് കൊണ്ടും എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിൻ്റെ ജനപ്രതിനിധിയുടെ സ്റ്റാർഡം എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അതൊന്നുകൂടി, അതിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു എന്നുള്ളതാണ്. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കുവാനും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാനും എന്തുകൊണ്ട് കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് ഈ പറയുന്ന ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ചില അന്വേഷണങ്ങൾ, ചില ചർച്ചകൾ, ചില എൻക്വയറികൾ ഒക്കെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, പാലക്കാട് നടത്തിയിട്ടുണ്ട്, കേരളത്തിൽ ആകമാനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് വീണ്ടും മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ ഒന്നില്ലെങ്കിൽ പൊതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കും, അതല്ലെങ്കിൽ പാലക്കാട് വെച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കൺവെൻഷൻ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ട്, ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിട്ട് ആ വേദിയിൽ രാഹുൽ പങ്കെടുക്കും എന്ന് ഞാൻ പറഞ്ഞു. 2 മാർഗങ്ങളാണ് ഇതിൽ. ഞാൻ പ്രതീക്ഷിക്കുന്നത് പാലക്കാട് വെച്ചുള്ള പരിപാടിയിലായിരിക്കും രാഹുൽ പങ്കെടുക്കുക. കാരണം രാഹുലിനെ പാലക്കാട് എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ദൗത്യം. അപ്പോൾ അവിടത്തേക്ക് ഒരു റീ എൻട്രിക്കുള്ള വഴി കോൺഗ്രസ് തുറന്നു കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും കണ്ണ് തള്ളിയ വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെതിരെ ആരോപണം വന്നു, പരാതി വന്നു, പരാതിക്ക് മീതെ പരാതി വന്നു, പരാതിക്ക് മീതെ പരാതി വന്നു, അറസ്റ്റുണ്ടായി, 10-18 ദിവസം ജയിലിൽ കിടന്നു, അല്ലേ? 18 ദിവസം ജയിലിൽ കിടന്നില്ലേ? 18 ദിവസം ജയിലിൽ കിടന്നു. ഇതൊക്കെ ഉണ്ടായി എന്നല്ലാതെ ഇതുകൊണ്ട് രാഹുലിന് എന്ത് നഷ്ടം? രാഹുലിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ സമയമാണ്. ഈ 18 ദിവസത്തെ ജയിൽവാസം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന ദിവസങ്ങൾ, ഇതൊക്കെയാണ് അയാൾക്കുണ്ടായ നഷ്ടം. ഇതിനപ്പുറം അയാൾക്ക് എന്ത് നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അയാളുടെ രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ വേട്ടക്കാർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഉണ്ടായത്? ഈ പറയുന്ന അറസ്റ്റോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ജനപിന്തുണ ഒന്നുകൂടി ആ ഗ്രാഫ് കുത്തനെ അങ്ങോട്ട് ഉയർന്നു. അവിടെയും തീർന്നില്ല. ഈ അറസ്റ്റോടുകൂടി സ്ത്രീ സമൂഹത്തിൽ പെടുന്ന മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധികളായി മാറിയിട്ടുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദങ്ങൾ ഉയർത്തിക്കൊണ്ടും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ഈ അറസ്റ്റ് കൊണ്ടുണ്ടായതാണ്.
ഒരു കണക്കിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നിർദ്ദേശങ്ങളും ഗൂഢാലോചനകളും പദ്ധതികളും ഒക്കെ CPM-ൻ്റെയും AKG സെൻറ്ററിൽ നിന്നും പിണറായി വിജയൻ്റേതുമാണെങ്കിൽ പോലും അതൊരു ഉപകാരപ്രദമായത്, അതൊരു അനുകൂല ഘടകമായത് CPM-ന് ആയിരുന്നില്ല. മറിച്ച് അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു ആഫ്റ്റർ എഫക്റ്റ് അത് അനുകൂലമായിട്ട് ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കോൺഗ്രസ് എന്തായിരിക്കുന്നു? കോൺഗ്രസ് ആദ്യം ഒരു ആരോപണം പരാതിയൊക്കെ ഇതിൻ്റെയൊക്കെ പുറത്ത് എടുത്ത് ചാടി അങ്ങോട്ട് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്താലും ഇപ്പം എന്തുണ്ടായി? ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ രാഹുലിൻ്റെ ഈ ജനപിന്തുണ തന്നെയാണ് കാരണം. കോൺഗ്രസ് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒരു സർവേ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും കോൺഗ്രസ് ചില പഠനങ്ങളടക്കം നടത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച്. അപ്പോൾ ഈ ജനപിന്തുണ തന്നെയാണ് രാഹുലിനെ തിരിച്ചെത്തിക്കുവാനും വീണ്ടും മത്സരിപ്പിക്കുവാനുമുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ച് നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും, ഇപ്പോൾ പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരാ, നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും, ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമാണ്. കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൻ്റെ ഫലമായിട്ടാണ്. കാരണം ഈ പിന്തുണയാണ് എല്ലാവരും ചർച്ച ചെയ്തത്. എല്ലാവർക്കും അറിയായിരുന്നു. ഈവൻ രാഹുലിനെ വേട്ടയാടാൻ മുന്നിൽ നിന്ന് നയിച്ച ആളുകൾക്ക് പോലും ഒരു കാര്യം ബോധമുണ്ടായിരുന്നു. അതായിരുന്നു ഈ പരാതികളുടെ എണ്ണം കൂടാനുണ്ടായ കാരണം. കാരണം ആദ്യത്തെ ആരോപണം വന്നു, പിന്തുണ കുറയുന്നില്ല. പരാതി വന്നു, പിന്തുണ കുറയുന്നില്ല. രണ്ടാമത്തെ പരാതി വന്നു, പിന്തുണ കുറയുന്നില്ല. മൂന്നാമത്തെ പരാതി ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തു, പിന്തുണ കുറയുന്നില്ല, കൂടുകയാ. പക്ഷേ അറസ്റ്റോടുകൂടി പൊതുസമൂഹം പ്രതികരിക്കാൻ തുടങ്ങി. അതോടുകൂടി അവിടെ നിർത്തിയതാ. അതോടുകൂടി അവിടെ നിർത്തി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വേട്ടയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ചവർക്കും അറിയരുത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും രാഹുലിനെ മനസ്സുകൊണ്ട് മാത്രമല്ല പിന്തുണച്ചവർ, നമ്മൾ പരസ്യമായിട്ട് രാഹുലിനെ പിന്തുണച്ച ആളുകളാണ്, അല്ലേ? നമ്മൾ രാഹുലിന് വേണ്ടി വാദങ്ങൾ നിരത്തിയ ആളുകളാണ്. രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയവരോട് 1000 ചോദ്യങ്ങൾ ചോദിച്ച ആളുകളാണ്. അവർക്കൊന്നും ഒരു ചോദ്യത്തിനും മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്, അല്ലേ? ആർക്കെങ്കിലും മറുപടി ഉണ്ടായിട്ടുണ്ടോ? ഒരു മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും നമ്മൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നായിരുന്നു മറുപടി. അത് അരി എത്ര എന്നുള്ളതിന് മറുപടി ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല എന്നുള്ളതാ. അപ്പോൾ നീ എന്താ തൂറിയിട്ട് കുണ്ടി കഴിവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവനും കുണ്ടി കഴിവിട്ടില്ല എന്നായിരുന്നു മറുപടി, അല്ലേ? അപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, രാഹുലിനെ പിന്തുണക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ, സാധാരണക്കാരായ ആളുകളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്, അത് ഈ പിന്തുണ നമ്മൾ നിരുപാധികം പിന്തുണക്കാൻ തയ്യാറായതും രാഹുലിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറായതും വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ തുറന്നു പറയുക, അല്ലേ? പിന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്? രാഹുൽ കുറച്ചുകൂടി കെയർഫുൾ ആവണമായിരുന്നു. അത് വളരെ കൃത്യമാണ്, അല്ലേ? നമ്മൾ രാഹുലിനെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു ചാഞ്ചാട്ടം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒടുങ്ങേണ്ട വ്യക്തി ആയിരുന്നില്ലെന്നേ. ഈ പഹയന് വല്ലാത്ത കഴിവായിരുന്നു, വല്ലാത്ത ടാലൻ്റ് ആയിരുന്നു. നമ്മൾ പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നു പറയാറില്ലേ? ആ രീതിയിലായിരുന്നു ഈ പഹയൻ. അവിടെ പോയിട്ട് ഒരു വലിയ ഒരു കരിയർ, ഒരു പ്രൊഫഷണൽ, ഒരു ലൈഫ്, ഒരു രാഷ്ട്രീയ ജീവിതം കൊണ്ടുപോയി അടിയറവ് വെച്ച രീതിയിലായിപ്പോയി ഇവൻ്റെ പ്രവർത്തനം. അതിൽ നമുക്ക് രാഹുലിനോട് എനിക്ക് വലിയ ദേഷ്യമുണ്ട്. കാരണം ഞാൻ പറയട്ടെ, സാധാരണഗതിയിൽ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും സമ്മേളിച്ച ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് വളരെ റെയറാണ്. അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ആദ്യമായിട്ട് പരിഗണിക്കേണ്ട വിഷയം ജനപിന്തുണയാണ്.
അത് വേണ്ടുവോളം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. 2 എന്ന് പറയുന്നത് നാക്കിൻ്റെ മൂർച്ചയാ, അതും ആവശ്യത്തിലധികം അയാൾക്കുണ്ട്. പിന്നെ എന്ന് പറയുന്നത് വലിയ ഒരു ടാലൻ്റാ, അറിവുണ്ട്, നന്നായിട്ട് ബോധ്യമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, കാര്യങ്ങളെക്കുറിച്ചുള്ള അവഗാഹമുണ്ട്. അപ്പോൾ എല്ലാം ഒത്തുസമ്മേളിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി തല വെക്കേണ്ടിയിരുന്നില്ല. എന്താണെങ്കിലും തിരിച്ചു വരവിന് കളമൊരുക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണക്ക് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാന നിമിഷമാണ്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവും അതേക്കുറിച്ചുള്ള ഒപ്പീനിയനുമാണ് ചാണ്ടി ഉമ്മൻ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇനിയും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പിന്തുണയുമായിട്ട് തുടരണം. നിങ്ങൾ മാക്സിമം വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത് പൊതുമധ്യത്തിലേക്ക് എത്തിക്കണം. ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിജയമാണ്. ആ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രചരണം നമ്മളങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ നമ്മൾ രാഹുലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അതുവഴി നമുക്ക് രാഹുലിനെ പിന്തുണച്ച് അയാളുടെ വിജയം വൻ വിജയമാക്കി ഈ വേട്ടക്കാർക്കൊക്കെ മറുപടി പറയാനുള്ള അവസരം എന്താ? രാഹുലിൻ്റെ വിജയമാണ്. ആ വിജയം വൻ വിജയമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് മാക്സിമം വീഡിയോകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക. അയാളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുക. എന്താണെങ്കിലും നമ്മുടെ പിന്തുണ വെറുതെ ആയില്ല. ഈ പിന്തുണ കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസ് രാഹുലിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.